അതായത് ഈ മെസ്സേജ് കാണിക്കൂ ക്യാമറ ഡിസ്പ്ലേ നമ്മളത് റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ക്യാമറ മാറ്റി കഴിഞ്ഞാൽ ക്യാമറൻ്റെ ഇങ്ങനെ മെസ്സേജ് കാണിക്കും. അതായത് ക്യാമറ അണ്ണോൺ പാട്ടിൻ്റെ മെസ്സേജ് കാണിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് ടാഗ് വെച്ച് ചെയ്യുന്ന മെത്തേഡാണ്, 2 സ്ട്രിപ്പ് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. അത് റിസ്ക് കൂടും. ഇതാകുമ്പോൾ ടാഗ് നമുക്ക് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ബ്ലാക്ക് ക്യാമറൻ്റെ അതിൻ്റെ കണ്ടിട്ടാണ് ഇതിൻ്റെ പോരാണ് വരുന്നത് കേട്ടോ. അത് ഈ ക്യാമറൻ്റെ ഇത് V1S ഇത് കണക്ട് ചെയ്യാം. ഇങ്ങനെ V1S കേബിൾ കണക്ട് ചെയ്യാം. ഇനി ടെസ്റ്റ് കൊടുക്കുക, V1S ടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ അഡ്രസ്സ് വന്ന് ക്ലൗഡ് ബാക്കപ്പ് കൊടുക്കുക. ഓക്കെ, ക്ലൗഡ് ബാക്കപ്പ് ആയി. പിന്നെ സ്കാൻ അൺബൈൻഡ് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ക്ലൗഡ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഡാറ്റ ബാക്കപ്പ് ചെയ്തു ഈ ബാറ്ററിയിൽ നിന്ന്. ഈ ബാറ്ററിയിൽ ഈ ക്യാമറ വന്നിട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ടാഗ് വിളിച്ച് ടാഗ് ഓരോന്നിനും ഓരോ മാതിരിയല്ലേ? അതൊക്കെ വേണം നമ്മള് യൂസ് ചെയ്താൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? 1,800 ഇല്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. വൺ ടൈം ടാഗ് ഇങ്ങനെ കണക്ട് ചെയ്യണം കേട്ടോ. ഈ സ്ട്രിപ്പ് ഉണ്ടല്ലേ, ഈ സ്ട്രിപ്പ് കണക്ട് ചെയ്യണം. ടെസ്റ്റ് കൊടുത്തു, ക്യാമറ ഡീറ്റെയിൽസ് ഒന്നുമില്ല. എന്നിട്ട് ക്ലൗഡ് ഓൾറെഡി ബാക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ക്ലൗഡിൻ്റെ റേറ്റ് ചെയ്യുമല്ലോ, ആ റേറ്റ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, റേറ്റിംഗ് സക്സസ് ആയി. കട്ട് ചെയ്തു. അതായത് മനസ്സിലായോ, ആദ്യം ബാക്കപ്പ് ചെയ്തു. ഈ ക്ലൗഡ് നമ്മൾ ബാക്കപ്പ് ചെയ്തത് റൈറ്റ് ചെയ്തല്ലോ. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഇൻഷുറൻസ് ഓപ്ഷൻ വരും, അത് കൊടുക്കണം. അത് കൊടുത്താൽ എന്താ വെയിറ്റിംഗ് വരും, ഡാറ്റ റേറ്റിംഗ് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇനി ടെസ്റ്റിംഗ് എടുക്കുക. ടെസ്റ്റിംഗ് കൊടുക്കുക. ഡാറ്റ വന്നേ അല്ലേ, ചെക്ക്.
ഓക്കെ. പോയി ക്യാമറ പോയി. ഇനി എന്ത് ചെയ്യുക, ക്യാമറ അക്കൗണ്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്തെന്താ, ഇനി ഡിസ്പ്ലേ എത്രയായി?